മാർച്ച് 6, 2025 എന്ന് വെച്ചാൽ ഒരു കൊല്ലം മുന്നേ കർണാടകയിൽ ഹംപി എന്ന് പറയുന്ന സ്ഥലത്തിൽ വെച്ച് ഒരു ഇൻസിഡന്റ് നടന്നിട്ടുണ്ടാവും. അതിന്റെ ശേഷം ആ ഇൻസിഡന്റിനെ കുറിച്ച് കർണാടകയിൽ മാത്രമല്ലാതെ ഇന്ത്യയിൽ മാത്രമല്ലാതെ ഇന്റർനാഷണൽ ലെവലിൽ വരെ ആ കേസിനെ കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും. കാരണം എന്തുവാ എന്ന് നോക്കുവാണെങ്കിൽ ഇസ്രയേൽ കൺട്രിയിൽ നിന്ന് ഒരു വുമൻ ഇന്ത്യയിലോട്ട് ട്രാവൽ ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായി. ആ ഇൻസിഡന്റ് നടന്നപ്പോൾ ആ ഇസ്രയേലി വുമൻ മാത്രമല്ലാതെ അവരുടെ കൂടെ മറ്റൊരു ഇന്ത്യൻ വുമൻ കൂടി ഉണ്ടായി. അവിടെ താമസിച്ചുകൊണ്ടായ ലോക്കൽ പീപ്പിളായ 3 പേരും ഇവരുടെ മുകളിൽ അറ്റാക്ക് ചെയ്ത് ഇവരെ യൂസ് ചെയ്ത് ഇവർ 2 പേരുടെയും ചെയ്യുന്നതായിരിക്കും. ഫെബ്രുവരി 16, 2026 കർണാടകയിൽ കൊപ്പള ഡിസ്ട്രിക്റ്റിൽ നിന്ന് ഈ ഇൻസിഡന്റിനെ സംബന്ധിച്ചിരിക്കുന്ന അങ്ങനെ ഒരു ജഡ്ജ്മെന്റ് വന്നിട്ട് പുറത്തു വരുന്നതായിരിക്കും. ജഡ്ജ്മെന്റ് എന്തുവാ എന്ന് നോക്കുവാണെങ്കിൽ ഈ ഇൻസിഡന്റിൽ അക്യൂസ്ഡ് ആയിരിക്കുന്ന 3 പേരും എക്സ്ട്രീംലി ബ്രൂട്ടൽ ആൻഡ് ഈനസ് ക്രൈം ചെയ്തുകൊണ്ട് അവർക്ക് ക്യാപിറ്റൽ പണിഷ്മെന്റ് ആയിരിക്കുന്ന ഡെത്ത് പെനാൽറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഇൻസിഡന്റ് നടന്നിരിക്കുന്ന രാത്രി സമയത്തിൽ വെച്ചാണ്. ആ കുറ്റം ചെയ്തിരിക്കുന്ന ആ 3 പേരെ കുറിച്ചും പിന്നീട് ആ ഇൻസിഡന്റിൽ ഒരാൾ മരിച്ചു പോയിരിക്കുവാണ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ വീഡിയോയിൽ നോക്കാം. നിങ്ങൾക്ക് അറിയാമായിരിക്കും 2022 കേരളയിൽ വെച്ച് നടന്നിരിക്കുന്ന ഗ്രീഷ്മ സരുൺ രാജുടെ കേസിനെ കുറിച്ച്. അതിൽ സെഷൻ കോർട്ട് ഗ്രീഷ്മയിന് ക്യാപിറ്റൽ പണിഷ്മെന്റ് ആയിരിക്കുന്ന ഡെത്ത് സെന്റൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അവൾ തൻ്റെ ബോയ് ഫ്രണ്ട് ആയിരിക്കുന്ന ഷറൂണിന് ജ്യൂസ് കുടിക്കുന്ന സമയത്തിൽ വിഷ കലർത്തി കൊടുക്കുന്നതായിരിക്കും. കുടിച്ചതിന്റെ ശേഷം മൾട്ടിപ്പിൾ ഓർഗൻസ് ഫെയിലിയർ ആയതിനാൽ മരിച്ചു പോകുന്നതായിരിക്കും. ജനുവരി 2025 കോർട്ട് ഇതിനെ റേറസ്റ്റ് ഓഫ് ദി റേർ കേസ് എന്ന് കൺസിഡർ ചെയ്ത് ഗ്രീഷ്മയിന് ഡെത്ത് സെന്റൻസ് ആയിരിക്കും കൊടുത്തിരിക്കുന്നത്. അതേ രീതിയിൽ ഈ കേസിനെയും കൂടി റേറസ്റ്റ് ഓഫ് ദി റേർ എന്ന് കൺസിഡർ ചെയ്ത് ആ 3 പേരിനും ഡെത്ത് സെന്റൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. വീഡിയോ തുടങ്ങുന്ന മുന്നേ എനിക്ക് കുറച്ച് ഡിസ്ക്ലൈമേഴ്സ് പറയാനുണ്ട്. ഈ വീഡിയോ ചെയ്തിരിക്കുന്ന എഡ്യൂക്കേഷൻ പർപ്പസും ന്യൂസ് സ്പ്രെഡ് ആവാൻ വേണ്ടിയും അവയർനെസ് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള പർപ്പസിൽ മാത്രമാണ് ചെയ്തിരിക്കുന്നത്. ആ ദിവസം മാർച്ച് 6, 2025 അതിന് മുന്നേ ഈ കേസിൽ വന്നിട്ട് വിക്ടിംസ് ആയിരിക്കുന്ന 5 പേരുടെ കുറിച്ച് നിങ്ങൾ അറിയണം. ഈ 5 പേരും ട്രാവലേഴ്സ് ആണ്. അതിൽ ഒരാളാണ് ഇസ്രയേലി വുമൻ, വയസ്സ് 27 ആണ്. ഇനി ഇവർ താമസിച്ചുണ്ടായ ഹോം സ്റ്റേയിൽ നിന്ന് ഗൈഡായി വന്ന ഉമ്മയുടെ വയസ്സ് 29 ആണ്. മൂന്നാമത്തെ ആളിനെ കുറിച്ച് നോക്കുവാണെങ്കിൽ ബിബാസ് നായക് എന്നാണ് പേര്. 26 വയസ്സാണ്. ഒഡീസയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. നാലാമത്തെ ആള് ഡേനിയൽ, 23 വയസ്സാണ്. അമേരിക്കൻ റെസിഡന്റ് ആണ്. ഇനി 5ാമത്തെ ആള് പങ്കജ് പാട്ടിൽ, 43 വയസ്സാണ്. അവർ മഹാരാഷ്ട്രയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഈ 5 പേരും ആദ്യമായി ആ ഹോം സ്റ്റേയിൽ വെച്ചാണ് കാണുന്നത്, സംസാരിക്കുന്നത്. ആ രാത്രി അവരെല്ലാവരും ഡിസ്കഷൻ ചെയ്ത് വെളിയിൽ സ്റ്റാർ ഗേസിംഗ് കാണാൻ പോവാം എന്ന് തീരുമാനിക്കും. സ്റ്റാർ ഗേസിംഗ് എന്തുവാ എന്ന് വെച്ചാൽ രാത്രി സമയത്തിൽ ആകാശത്തെയും പിന്നെ നക്ഷത്രയും കാണുന്നതാണ്. രാത്രി ഏകദേശം 10:30 സമയത്തിൽ അവർ തിരഞ്ഞെടുത്ത സ്ഥലം വന്നിട്ട് അവരുടെ ഹോം സ്റ്റേയുടെ അടുത്തുണ്ടായ തുംഗഭദ്ര റിവർ കനാലാണ്. അവിടെ ചെന്ന് ഈ 5 പേരും മ്യൂസിക് പ്ലേ ചെയ്ത് റിലാക്സ് ചെയ്യുമായിരുന്നു. ആ സമയത്തിൽ വെച്ചാണ് അവിടെ ഹീനസ് ആയിരിക്കുന്ന ക്രൈം നടന്നിരിക്കുന്നത്. അതേ സമയത്തിൽ 3 പേര് വന്നിട്ട് ഒരു ബൈക്കിൽ അതേ വഴിയിൽ കൂടെ പോവുമായിരുന്നു. എപ്പോൾ അവർ ഈ 5 പേരെ കാണുന്നതാണോ ആ സമയത്തിൽ അവർ ബൈക്കിനെ അവിടെ നിർത്തി ഇവരുടെ അടുത്ത് ചെല്ലുന്നതാണ്. ആ സമയത്തിൽ ഇവർ 3 പേരും ഡ്രിങ്ക്സ് ചെയ്തിട്ടുണ്ടായി എന്നാണ് ചില റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ഇവർ 3 പേര് അവരുടെ അടുത്ത് ചെന്ന് ആദ്യം എങ്ങനെയാണ് കൺവെർസേഷൻ തുടങ്ങിയിരിക്കുന്നത് എന്ന് നോക്കുവാണെങ്കിൽ, ഞങ്ങളുടെ വണ്ടിയിൽ പെട്രോൾ തീർന്നു പോയിരിക്കുവാണ്, നിങ്ങളുടെ കയ്യിൽ വല്ല പെട്രോൾ ഉണ്ടോ എന്നാണ്. ഇവിടെ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. എന്തുവാ എന്ന് വെച്ചാൽ അവിടെ വന്നിരിക്കുന്ന 3 പേരിനും നല്ലോണം അറിയാമായിരുന്നു അവിടെ ഇരിക്കുന്ന 5 പേരും വന്നിട്ട് ട്രാവലേഴ്സ് ആണെന്ന്. അവർക്ക് വന്നിട്ട് ഈ ലോക്കൽ പ്ലേസിനെ കുറിച്ച് നല്ലോണം അറിയത്തില്ല എന്നാണ്. അവർ 5 പേരും പെട്രോൾ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഇവർ 3 പേരും വന്നിട്ട് ഞങ്ങൾക്ക് കുറച്ച് പൈസ വേണം എന്ന് പറഞ്ഞ് പൈസ ഡിമാൻഡ് ചെയ്യും. ഇനി അവിടെ വന്നിരിക്കുന്ന 3 പേരുടെ കുറിച്ച് നോക്കുവാണെങ്കിൽ മല്ലേഷ് 22 വയസ്സാണ്, സായി 21 വയസ്സാണ്. ഇവർ 2 പേരും കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്തുകൊണ്ടായി. മൂന്നാമത്തെ ശരണപ്പ 27 വയസ്സാണ്. കാർപ്പൻറ്റർ ജോലിയായിരുന്നു ചെയ്തുകൊണ്ടായത്. ആദ്യം പൈസ ഡിമാൻഡ് ചെയ്തപ്പോൾ പൈസ ഇല്ലാമെന്ന് പറയും. പിന്നീട് അവരുടെ ബിഹേവിയർസിൽ വന്നിട്ട് ചേഞ്ചസ് കാണാൻ സാധിച്ചപ്പോൾ 100 രൂപ കൊടുത്ത് ഇവരിനെ അവിടെ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കും. അവിടെ ട്രാവലറായി വന്നിരിക്കുന്ന 5 പേരിൽ 3 പേര് വന്നിട്ട് മെന്നാണ്, 2 പേര് വന്നിട്ട് വുമനാണ്. അതിൻ്റെ ശേഷം ഈ പൈസ ഞങ്ങൾക്ക് മതിയാവത്തില്ല, ഇനിയും ഒരുപാട് പൈസ വേണമെന്ന് അവരുടെ അടുത്ത് ഡിമാൻഡ് ചെയ്യും. ട്രാവലറായി വന്നിരിക്കുന്ന 3 മെന്ന് വന്നിട്ട് ഇവരുടെ അവിടെ നിന്ന് പറഞ്ഞയക്കാൻ ശ്രമിച്ചപ്പോൾ ഇവരുടെ ഇടയിൽ വഴക്കുണ്ടാവും. ആ വഴക്കിൽ ട്രാവൽ ചെയ്യാൻ വന്നിരിക്കുന്ന 3 മെന്നിനെ ഇവർ 3 പേര് വന്നിട്ട്
കിണലിലോട്ട് തള്ളിയിടുന്നതായിരിക്കും. വള്ളത്തിൽ നിന്ന് മുകളിലോട്ട് കയറി വരാൻ ശ്രമിച്ചപ്പോൾ ഈ 3 പേരും എന്ന് വെച്ചാൽ ഈ ക്രിമിനൽസ് വന്നിട്ട് കല്ലുകൊണ്ട് അവരുടെ തലയിൽ അടിക്കുമായിരുന്നു. അതിൻ്റെ ശേഷം അവിടെ ഉണ്ടായ 2 ഉമ്മയുടെ മുകളിൽ അറ്റാക്ക് ചെയ്യും. പിന്നീട് അവിടെ എന്തൊക്കെ സംഭവിച്ചു എന്നൊക്കെ ഞാനിപ്പോൾ പറയണം എന്നില്ല, നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണും. അവിടെ 3 പേരും ബ്രൂട്ടലായിരിക്കുന്ന ക്രൈം ചെയ്തിട്ട് ആ ഉമ്മയുടെ കയ്യിലുണ്ടായ ഫോണും പിന്നെ 9500 റുപ്പീസ് കളക്ട് ചെയ്തിട്ട് അവിടെ നിന്ന് എസ്കേപ്പ് ആവും. വള്ളത്തിൽ വീണുണ്ടായ 3 പേരിൽ 2 പേരിന് വന്നിട്ട് സ്വിമ്മിങ് അറിഞ്ഞുകൊണ്ട് അവർ 2 പേര് വന്നിട്ട് രക്ഷപ്പെടും. അതിൽ ബിബാസ് നായക് എന്ന് പറയുന്ന വ്യക്തി മരിച്ചു പോകുന്നതായിരിക്കും. പിന്നീട് പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യുന്നതായിരിക്കും. സ്ഥലത്തിലെത്തിയ പോലീസ് വന്നിട്ട് ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങും. പിന്നീട് 24 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ബിബാസ് നായക്കുടെ മൃതദേഹം കണ്ടെത്താൻ സാധിച്ചത്. 3 ദിവസത്തിൻ്റെ ഉള്ളിൽ ഈ ക്രൈം ചെയ്തിരിക്കുന്ന ആ ക്രിമിനൽസിനെ വന്നിട്ട് അറസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഈ കേസുടെ ജഡ്ജ്മെൻറ്റ് ഫെബ്രുവരി 16, 2026 റീസെൻ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. കോർട്ട് ഈ കേസിനെ റേറസ്റ്റ് ഓഫ് ദി റെയർ കേസ് എന്ന് കൺസിഡർ ചെയ്തിട്ട് ആ 3 പേരിനും ഡെത്ത് സെൻറ്റൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ കേസിനെ കുറിച്ച് കേട്ടതിന് ശേഷം നിങ്ങൾക്ക് എന്തുവാണ് പറയാനുള്ളത്? കമൻറ്റ് ചെയ്യുക.